തിരുവനന്തപുരം വെള്ളായണിയിലെ നൃത്താധ്യാപകന്റെ മരണത്തിൽ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകും. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതിനാലാണ് പരാതി നൽകാൻ തീരുമാനിച്ചത്. ശരീരത്തിൽ 22-ലധികം മുറിവുകളും ക്ഷതങ്ങളും ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വലിയ ഞെട്ടലോടുകൂടിയാണ് ഇന്നലെ നമ്മൾ ഈ വാർത്ത കേട്ടത്. 24 ആണ് ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. ഗുരുതരമായ ആക്ഷേപങ്ങൾ ആശുപത്രി അധികൃതർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ എന്ത് തരത്തിലുള്ള തുടർ നടപടിയായിരിക്കും ഇനി കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക? നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന രീതി എങ്ങനെയായിരിക്കും? MG പ്രതീഷ്, കൂടുതൽ വിവരങ്ങൾ എന്താണ്? അർജിത്ത്, ആശുപത്രിയിൽ വച്ച് നൃത്താധ്യാപകന് ക്രൂരമായി മർദ്ദനമേറ്റു എന്നതാണ് കുടുംബം ആവർത്തിച്ച് പറയുന്ന കാര്യം. ഈ കുടുംബത്തിന്റെ ആരോപണങ്ങൾ നിലനിൽക്കുകയും ആശുപത്രിക്കെതിരെയോ ആശുപത്രിയിലെ ജീവനക്കാർക്കെതിരെയോ കർശനമായ ഒരു നടപടിയിലേക്ക് ഇതുവരെ പോലീസും കടന്നിട്ടില്ല. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ കുടുംബം ഒരുങ്ങുന്നത്. ഈ ജീവനക്കാർക്കെതിരെ, ഈ കുറ്റം ചെയ്ത അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിച്ച ജീവനക്കാർക്കും ആശുപത്രിക്കുമെതിരെ നടപടി വേണമെന്നതാണ് കുടുംബം ആവർത്തിച്ചു പറയുന്ന കാര്യം. ഈ മഹേഷിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ മഹേഷിനെ മർദ്ദിക്കുന്നത് നേരിൽ കണ്ടതാണ്. എന്നിട്ട് പോലും നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് കുടുംബം പറയുന്ന കാര്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഈ മർദ്ദനത്തിന്റെ പാടുകൾ അല്ലെങ്കിൽ ക്രൂരമായ മർദ്ദനം നടന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പോലീസ് ഉൾപ്പെടെ തുടർ നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് പ്രധാനമായും കുടുംബം ചോദിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മ്യൂസിയം പോലീസാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ പോലും തുടർ നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൽ കർക്കശമായ നടപടി, ഒപ്പം തുടർ നടപടി വേണമെന്ന കുടുംബം ആവശ്യപ്പെടുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ മുഖ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകുമെന്നതാണ് അറിയാൻ കഴിയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും മറ്റ് അനുബന്ധ രേഖകളും ഉൾപ്പെടെ ഹാജരാക്കും. അത്തരത്തിൽ ഒരു നടപടി ഇനി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു കൂടുതൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ സർക്കാർ ഏതു തരത്തിൽ ഇടപെടുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിക്രൂരമായ മർദ്ദനമാണ് ഈ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ഒരു ദിവസമല്ല, 2 ദിവസമാണ് ഈ ജീവനക്കാർ കൂട്ടമായി ഈ നൃത്താധ്യാപകനെ മർദ്ദിക്കുകയും പിന്നീട് അതൊരു മരണത്തിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടായത്. പ്രതീക്ഷ, ഇതിൽ സ്വാഭാവികമായിട്ടും സുഖമില്ലാതെ വന്ന ഒരാളാണ്. ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് ഏതെങ്കിലും തരത്തിൽ കൈവിട്ടു പോകുമ്പോൾ ഒന്ന് ബലപ്രയോഗത്തിലൂടെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ കുടുംബം പ്രത്യേകം പറയുന്നുണ്ട്, കുറച്ചു നേരം കഴിഞ്ഞിട്ടും അരുതെന്ന് പലവട്ടം പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും മർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇത് ആശുപത്രിയാണ്, ജീവനക്കാർ ചെയ്യേണ്ടത് കുറച്ചുകൂടി അനുതാപത്തോടെ പെരുമാറേണ്ടതാണ്. എന്തുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇത്ര ക്രൂരമായ ഒരു നീക്കമുണ്ടായി? ആശുപത്രി അധികൃതരുടെ ഒരു പ്രതികരണം അത് ഏറ്റവും പ്രധാനമാണ് ഈ കാര്യത്തിൽ. ഈ നിയമ നടപടികളിലേക്ക് കുടുംബം കടക്കുമ്പോഴൊക്കെ തന്നെ അല്ലേ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടുതൽ ഇപ്പോൾ വരുന്നുണ്ട്. സ്മിത, തീർച്ചയായും. കാരണം മാനസിക വെല്ലുവിളിയുള്ള ഒരു ആൾ കൂടിയാണ്. ഈ മാനസികമായി ബുദ്ധിമുട്ട് ഉണ്ടായപ്പോഴാണ് ഈ ആശുപത്രിയിൽ കൊണ്ടുപോയതും. ഈ മർദ്ദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മർദ്ദനത്തിലേക്ക് നയിച്ചതിന്റെ കാരണം അല്ലെങ്കിൽ ഒരു വാദമായി അന്ന് ആശുപത്രി ജീവനക്കാർ പറഞ്ഞത് ഈ മാനസികമായ വെല്ലുവിളി കാണിക്കുകയും ഒപ്പം കുറച്ച് വയലന്റ് ആകുന്ന സാഹചര്യവും ഉണ്ടായി, അപ്പോഴാണ് മർദ്ദിച്ചത് എന്നതാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ള രോഗികളെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ്. അതിനുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ എല്ലാം ഉണ്ട്. ഇത്തരത്തിലുള്ള രോഗികളെ അവിടെ കൊണ്ടുവരുമ്പോൾ ആ രോഗികളോടും കുടുംബത്തോടും ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മാനസിക വെല്ലുവിളിയുള്ള രോഗികളെ പരിചരിക്കുന്ന ആശുപത്രിയിൽ അവരുടെ അവസ്ഥകളും രോഗ സാഹചര്യവും മനസ്സിലാക്കി പെരുമാറേണ്ടത് ആശുപത്രി അധികൃതരും ആശുപത്രിയിലെ ജീവനക്കാരുമാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു കേസിൽ അല്ലെങ്കിൽ ഇങ്ങനെ മാനസിക വെല്ലുവിളിയുള്ള ഒരു യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചിട്ട് വേണോ ഇതിന് പരിഹാരം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ചികിത്സ നൽകാൻ എന്നതാണ് ഈ പ്രധാനമായും കുടുംബം അടക്കം പറയുന്നത്. ഈ ആരോപണങ്ങളിൽ കൃത്യമായൊരു മറുപടി ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും വന്നിട്ടില്ല. തങ്ങൾ മർദ്ദിച്ചിട്ടില്ല എന്നുള്ള ഒരു വാദമാണ് ഈ തുടക്കം മുതൽ തന്നെ ആശുപത്രി അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ പിന്നെ എങ്ങനെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 22 ഈ പാടുകൾ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇതിലടക്കം ആശുപത്രി അധികൃതർ മറുപടി പറയേണ്ടതുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ പോലും ഈ ജീവനക്കാരിൽ
നിന്ന് കൂടുതൽ വിശദമായി മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ CCTV ഉൾപ്പെടെ പരിശോധിച്ചു എന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലും കുടുംബത്തിന്റെ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലും വിശദമായി മൊഴി രേഖപ്പെടുത്തി വിശദ അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രജിത്ത്, സ്മിത. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. എന്തായാലും തിരുവനന്തപുരം വെള്ളായണിയിലെ നൃത്താധ്യാപകന്റെ മരണത്തിൽ നിയമ നടപടിയിലേക്ക് കടക്കുകയാണ് കുടുംബം. മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ഇന്ന് പരാതി നൽകും. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന ആക്ഷേപം കൂടി കുടുംബം ഉയർത്തിയിട്ടുണ്ട്. അതൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.